നിവ്യ കമ്പിപ്പാരയ്ക്ക് തൻ്റെ അമ്മയെ അടിച്ചു, അവരുടെ വാരിയിൽ ഒടിച്ചു. എറണാകുളം കുമ്പളം പനങ്ങാട് സ്വദേശിയായ നിവ്യ എന്ന 30-കാരിയാണ് ഇത് ചെയ്തത്. അമ്മയ്ക്ക് 70 വയസ്സുണ്ട്, തൊഴിലുറപ്പിന് പോകുന്ന അമ്മയാണ്. ആ അമ്മയ്ക്ക് 2 മക്കളുണ്ട്. മൂത്ത മകളെ കല്യാണം കഴിച്ചു, കുടുംബമായിട്ട് അവൾ താമസിക്കുന്നു. ഇളവളാണ് കഞ്ചാവ് കടത്ത് നടത്തുന്നവൾ. അമ്മയുടെ വാരിയിൽ ഒടിഞ്ഞു, അമ്മ ആശുപത്രിയിലായി. പോലീസ് കേസെടുത്തു. കാരണം നിവ്യ എന്ന് പറഞ്ഞ കഞ്ചാവ് കടത്തുകാരിയെ എല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ള കഞ്ചാവ് കടത്തുകാർക്കെല്ലാം, പോലീസിനും അറിയാം. അവർ അമ്മയുടെ വാരിയിൽ തകർത്തതിന് കേസ് വന്നപ്പം ഗുരുതരമായ കേസാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പനങ്ങാട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പോലീസ് അവരുടെ പുറകെ പോയി. അവർ മാനന്തവാടി ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. പനങ്ങാട് പോലീസ് മാനന്തവാടിയിൽ അവരെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തു. അവിടെ ചെന്ന് അവരെ ഇപ്പം അറസ്റ്റ് ചെയ്തു. അവരെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റി. ആ കുട്ടിക്ക് 10 വയസ്സിനകത്തെ പ്രായമുള്ളൂ. ഇവർ പങ്കാളിയുമായി വേർപിരിഞ്ഞ് താമസിക്കുന്നതാണ്. നല്ല ഒന്നാം തരം ക്രിമിനലായിട്ട് വളർന്നു അവർ. അമ്മ അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം അമ്മയുടെ നെഞ്ചിൽ കമ്പിപ്പാര കൊണ്ട് അടിക്കാനും കാരണം വളരെ നിസ്സാരം. ഇവളുടെ ഫേഷ്യൽ ക്രീം അത് അമ്മ എടുത്ത് മാറ്റിവെച്ചു എന്നാണ് ഒരാരോപണം. പിന്നെ വരുന്നിരിക്കുന്നത്, ഇപ്പം മനസ്സിലാകുന്നത്, പോലീസ് അന്വേഷിച്ചപ്പം അമ്മ ഇവളുടെ പൈസ എടുത്തു, അതിനമ്മയോട് വൈരാഗ്യം തോന്നി. ഈ 2 സംഭവത്തോടും ബന്ധപ്പെട്ടാണ് അമ്മയുടെ നെഞ്ചിലെ വാരിയിൽ തകർത്തത്. നിന്നെ ഞാൻ കൊല്ലുമിടി എന്ന് പറഞ്ഞാണ് കമ്പിപ്പാര കൊണ്ട് 70 വയസ്സുള്ള അമ്മയുടെ നെഞ്ചിൽ അടിച്ചതെന്നാണ് അത് കേട്ടവർ പറയുന്നത്. ഏതായാലും പനങ്ങാട് പോലീസ് ട്രാക്ക് ചെയ്ത് മാനന്തവാടിയിൽ നിന്ന് ഇവളെ കസ്റ്റഡിയിലെടുത്തു. ഇവളുടെ ഹിസ്റ്ററി ഇപ്പം ക്രിമിനൽ ഹിസ്റ്ററി പരിശോധിച്ച ഒരു കൊലക്കേസ് പ്രതിയാണ്. 4-5 കഞ്ചാവ് കേസുകളുണ്ട്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനകത്തും കേസുണ്ട്. അങ്ങനെ കാപ്പ കേസിനോട്ട് പെടുത്താൻ പറ്റിയ ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ ഗുണ്ടാ ലിസ്റ്റും ഇവർക്കെതിരായിട്ട് തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കോവിഡിന് ശേഷം ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലാണ് കഞ്ചാവിന് വലിയ മാർക്കറ്റ് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഇവള് 2020 ജൂലൈ 24-ന് കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്ന പല പാഴ്സലുകളും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊടുത്തെങ്കിലും അന്ന് പിടിക്കപ്പെട്ട സമയത്ത് ഇവള് ഇടുക്കിയിലെ കഞ്ചാവ് ലോബികളുടെ ഒരു വക്താവായി ഇവള് മാറി. അടിമാലിയിൽ ഒരു ഗാങ് ഉണ്ട് കഞ്ചാവിൻ്റെ. ആനച്ചാലിലെ സ്വദേശിയായ ജെൻസൺ ജോസ് എന്നയാളും, അതുപോലെ തന്നെ അടിമാലി സ്വദേശികളായ വിഷ്ണു, പിന്നെ സുരേന്ദ്രൻ, ഇവരെ 3 പേരുടെയും ഗാങ്ങിലാണ് ഇവൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. ഇവളാണ് അവരുടെ കഞ്ചാവ് പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കൊടുക്കും. സ്ത്രീ ആയതുകൊണ്ട് വളരെ സൗകര്യമുണ്ട് ഇവക്ക് ഈ സാധനമായിട്ട് പോകാൻ. എന്തായാലും അടിമാലി ഗാങ് അവരുടെ വക്താവായിട്ട് ഇവള് നടക്കുന്ന സന്ദർഭത്തിലാണ് 2020 ജൂലൈ 24-ന് ഇവളെയും അടിമാലി സംഘത്തിനെയും കഞ്ചാവ് കേസിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനകത്ത് ജെൻസൺ ജോസ് ആണ് അടിമാലി ഗാങ്ങിൻ്റെ ലീഡർ. ഏതായാലും 3-4 വർഷം ഇവർ ജയിലിൽ കിടന്നു. 2021 സെപ്റ്റംബർ 9-ന് ഇവർക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോഴാണ് പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമായി വന്നത്. കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ഒരു ഗാങ്ങുണ്ട്. അടിമാലിയും അതുപോലെ ആനച്ചാലും ചേർന്ന അടുത്ത ഗാങ്. ഇതൊക്കെ പ്രൊഫഷണലായ വലിയ ഗാങ്ങുകൾ ആണ്. മറ്റൊന്ന് ആലപ്പുഴ ജില്ലയിലാണ്. ഈ സംഘങ്ങൾ പരസ്പരം അവർ കഞ്ചാവ് കടത്താണേലും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടാവും. നിവ്യയുടെ ഭർത്താവിനെ കളഞ്ഞ് നിവ്യ കഞ്ചാവിൻ്റെ മേഖലയിൽ വിഹരിക്കുന്നവളാണ്. ഇവളെ ജയിലിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ ആരാണ്, ഇതിൽ ഏത് ഗാങ്ങാണ് ജാമ്യക്കാരെ കൊടുത്തതെന്ന് അറിയത്തില്ല. ആ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഈ 3 ഗ്രൂപ്പുകളും റെഡിയായി. ജാമ്യത്തിന് ശേഷം
ഇവിടെ ആരുടെ കൂടെ പോകും എന്നുള്ളതായിരുന്നു പ്രശ്നം. അടിമാലി ഗ്യാങ് അവർക്കറിയാം അവരാണ് ഇവളെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ജയിലിൽ നിന്ന് ഇവൾ അവരുടെ കൂടെ വരണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതേസമയത്ത് ഇടുക്കിയിലെ കഞ്ചാവ് മൊത്തമായിട്ട് വിൽക്കുന്ന ഗ്യാങ് ഉണ്ട്, അവർക്ക് ഇവളെ വേണം. അവരും രംഗത്ത് വന്നു. ആലപ്പുഴ ഗ്യാങ്ങിന് ഈ നിവ്യയെ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അവരും ജയിൽ റിലീസിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പം അവരുടെ ജയിലിൽ നിന്ന് അവർ വെളിയിൽ ഇറങ്ങുന്ന സന്ദർഭം ഈ 3 ഗ്യാങ്ങുകളും തമ്മിൽ ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും ഇവള് ആരോടെ പോകുമെന്ന് തീരുമാനിച്ചു. നേരത്തെ അവളുടെ മനസ്സിലത് വന്നിരുന്നു. അവൾ മൊത്തമായി കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ട് ഇടുക്കി, അവരുടെ കൂടെ പോയി. അവരുടെ പോകുമെന്ന് ആലപ്പുഴ ഗ്യാങ്ങിന്, കഞ്ചാവ് ഗ്യാങ്ങിന് വിവരം ലഭിച്ചു. ആ വിവരം അവർ അടിമാലി ഗ്യാങ്ങിനെ അറിയിച്ചു. ഈ 2 കൂട്ടരും ആണ് ഇവളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ജയിലിൽ നിന്ന് ഇറങ്ങി. ഏലും അതുമായിട്ട് സംബന്ധിച്ച് ഒരു അടിപിടി ബഹളമൊക്കെ ഉണ്ടായി. ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിൻ്റെ, വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ അവിടെ കിടന്ന കാറും ബൈക്കും കത്തിക്കുകയും ചെയ്തു. അവിടുന്ന് അടിമാലി ഗ്യാങ് ഇടുക്കി ഗ്യാങ്ങിൻ്റെ ഒരു മൊബൈൽ ഫോൺ കൂടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കാരണം ആ മൊബൈൽ ഫോണിനകത്ത് ഈ കഞ്ചാവ് കടത്തുന്ന, വാങ്ങുന്നവർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിന് വലിയ വാല്യൂ ഉണ്ട് കഞ്ചാവ് കച്ചവടക്കാരുടെ ഇടയിൽ. അവൾ വിയ്യൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഏതായാലും എറണാകുളത്തെ ഒരു ചെറിയ കഞ്ചാവ് ഗ്രൂപ്പിലുള്ള ഗ്യാങ്ങുകൾ അവിടെയുണ്ട്. അവർ ഇടപെട്ടു. അവരുടെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം തീർക്കാം എന്ന് ആലപ്പുഴ ഗ്യാങ്ങും അതുപോലെ തന്നെ ഇടുക്കി ഗ്യാങ്ങും അവരെല്ലാവരും കൂടെ തീരുമാനമെടുത്ത് കഞ്ചാവ് കടത്തുകാരുടെ ഒരു മധ്യസ്ഥത എറണാകുളത്ത് വെച്ച് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ആ എറണാകുളം ആ ഗ്രൂപ്പിൽ ഫഹദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. 19 വയസ്സേ ഉള്ളൂ അവന്. അത് കൊച്ചിയിലെ കഞ്ചാവ് വിൽപ്പനയിലെ ഏറ്റവും മുന്തിരി നിൽക്കുന്നൊരു പയ്യനാണ്. നല്ല ധൈര്യശാലിയാണ് ഫഹദ് ഹുസൈൻ. ആലപ്പുഴ സംഘവുമായി കൊച്ചിയിലെ ഈ പ്രശ്നം രമ്യമായിട്ട് തീർക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ആലപ്പുഴയിലെ ഒരു പയ്യൻ, അവനും സ്വല്പം വികൃതിയാണ്, നിഖിനസ് നായർ, അവനും കഞ്ചാവ് ലോബിയിലാണ്. എറണാകുളത്തെ ഗ്യാങ്ങിനകത്ത് ഈ ഫഹദ് ഹുസൈനെ അയാൾ കുത്തി. അന്നേരം ആ ചർച്ചയിൽ അവിടെ നിവ്യ ഉണ്ടായിരുന്നു, മറ്റുള്ള ഗ്യാങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു. അവനെ കുത്തിയിട്ട് മറ്റവൻ ഓടി. ഇവൻ ആ കുത്തുകൊണ്ട് ഒരത്തിൻ്റെ ഭാഗത്ത് എവിടെയാണ് കുത്തുകൊണ്ട് ബ്ലീഡ് ചെയ്തു, രക്തം വാർന്ന് ഇവൻ മരിക്കുകയും ചെയ്തു. അതൊരു കൊലപാതക കേസാണ്. ആ കേസിനകത്ത് പ്രതിയായിട്ട് നിൽക്കുകയാണ് നിവ്യ, ജാമ്യത്തിലുമാണ്. ഈ ഒരു സംഭവം ഈ കഞ്ചാവ് വിൽപ്പന ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതിലൊരു ലീഡർഷിപ്പ് എടുക്കുന്നത് നിവ്യയാണ് എന്നാലോചിച്ചോണം. ആ കേസിനകത്ത് അതുമായിട്ട് എറണാകുളത്തെ ചർച്ചയ്ക്കിടയ്ക്ക് എറണാകുളംകാരുടെ ഒരു കഥാപാത്രം ലേഡി ഉണ്ടായിരുന്നു. അവർ വടകരക്കാരിയാണ്. അവരും ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ എറണാകുളത്ത് വന്നു. വടകര സ്വദേശി അനില മാത്യു എന്നൊരു സ്ത്രീയെ അവർ എറണാകുളം ഗ്യാങ്ങിൻ്റെ ഒരു സ്പോൺസറോ കഞ്ചാവ് കടത്തുന്നവളോ അങ്ങനെ നിവ്യയെ പോലെ റോളുള്ള ഒരു വ്യക്തിയാണ്. അവരും അവിടെ വന്നു. എന്തായാലും പനങ്ങാട് പോലീസ് തൂത്തുപറക്കി കുറേ എണ്ണത്തിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തവരെ പലരും പേര് കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞു. ഡിസംബർ മാസം അവസാനത്തോടുകൂടി 25ഓളം പ്രതികളെ ചേർത്തിട്ട് ഒരു കുറ്റച്ചാർജ് പനങ്ങാട് പോലീസ് കോടതി കൊടുത്തിട്ടുണ്ട്. മർഡർ ഉണ്ട് അതിനകത്ത് വടകര സ്വദേശി കഞ്ചാവ് കടത്തുകാരി അനില മാത്യു ഉണ്ട്. ആലപ്പുഴ ഗ്യാങ്ങിലുള്ളവർ പ്രതിസ്ഥാനത്തുണ്ട്. അതുപോലെ ഇടുക്കിയിലെ മൊത്ത കച്ചവടക്കാരും ആനച്ചലിലുള്ള ജിൻസൺ ജോൺസണും അതുപോലെ അടിമാലിക്കാരൻ വിഷ്ണുവും അടിമാലിക്കാരൻ സുരേന്ദ്രൻ, ഇവരൊക്കെ പ്രതിയായി 25ഓളം പേര് പ്രതിയായി ഒരു കേസും എറണാകുളത്ത് പനങ്ങാട് പോലീസ് കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞു. അത് 2020 ഡിസംബറിൽ തന്നെ കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഞ്ചാവ് കടത്ത് ലോബികൾ തമ്മിലുള്ള യുദ്ധവും തമ്മിലുള്ള പകയും തമ്മിലുള്ള ബിസിനസ് പരമായിട്ടുള്ള അവരുടെ പകയെല്ലാം മൂർച്ഛിച്ച് അതൊരു കൊലപാതകത്തിലേക്ക് എറണാകുളത്ത് വന്നു എന്നുള്ളതാണ്. പലയിടത്തും ഇതുപോലെയുള്ള വയലൻസ് നടക്കുകയാണ്. അത് കൂടിക്കൂടി വരികയാണ്. കഞ്ചാവ് വിൽപ്പനയുടെ പണത്തിൻ്റെ ഒഴുക്ക്
ഡ്രഗ്സും കഞ്ചാവും വിൽക്കുന്നവരെല്ലാവരും ആ രുചി പിടിച്ചു പോയി. കാരണം സമൂഹം നശിക്കുകയും നമ്മുടെ സ്വന്തം വീട്ടുകാർ നശിക്കുകയും കുട്ടികളൊക്കെ നശിക്കുകയും അവരതേപ്പറ്റിയൊന്നും ബോധവന്മാരല്ല. പണം വന്നു ചേരുന്ന മാർഗത്തിന് വേണ്ടിയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല മാർഗം, ഈസി ആയിട്ട് പണം അവർക്ക് ലഭ്യമാകുന്ന ഡിമാൻഡുള്ള സാധനമാണ് കഞ്ചാവ്, ഇടുക്കി കഞ്ചാവും അതുപോലെ തന്നെ ഡ്രഗ്സ് വിൽപ്പനയും. അത് വ്യാപകമായി കേരളത്തിൽ നടക്കും. വയലൻസ് അതിലേക്ക് വരും. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ അവരുടെ വീട്ടുകാരെയും അതുപോലെ അവരുടെ ബന്ധുക്കളെയും അവരോട് അസോസിയേറ്റ് ചെയ്യുന്ന അവരെ എതിർക്കുന്നവരെയൊക്കെ ഇവർ ഈ ലഹരിയുടെ അടിമയായ ശേഷം വയലൻസിലേക്ക് വരും. അവരെ കുത്തുകയും കൊല്ലുകയും അവരെ വെട്ടുകയൊക്കെ ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാപ്പ കേസിനകത്ത് പ്രതിയാവുന്ന സ്ത്രീകൾ, അതുപോലെ അവർ റൗഡി ഹിസ്റ്ററി ഷീറ്റ് അവരുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്നു. ഇതൊന്നും കേരളത്തിൽ കേട്ടുകേൾവിയില്ല. ധാരാളം പെൺകുട്ടികൾ വയലൻസിലേക്ക് പോരുന്നു. അതേ രീതിയിലുള്ള കുറ്റകൃത്യത്തിലേക്ക് അവർ പോവുകയാണ്. മർഡർ കേസുകളൊക്കെ വരുന്നുണ്ട്. മോഷണത്തിനും അതുപോലെ കഞ്ചാവ് വിൽപ്പനയ്ക്ക് MDMA വിൽപ്പനത്തിലും സ്ത്രീകൾ സജീവമായി രംഗത്തെത്തുന്നു. അതൊരു പണത്തിൻ്റെ ഒഴുക്ക് അവർക്ക് മനസ്സിലായി. ആ രുചി മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അവർ ഇതിലേക്ക് നിത്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. സ്വന്തം അമ്മ തടഞ്ഞാലും ശരി അമ്മയുടെ നെഞ്ച് അടിച്ചു പൊട്ടിക്കുന്ന ഗ്രൂപ്പുകളായിട്ട് പെണ്ണുങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.